ഗൾഫ് രാജ്യങ്ങളിൽ ജീവിക്കുന്ന ഏകദേശം ഒരു 4 ദശലക്ഷത്തോളം ജനങ്ങൾക്ക് സമാധാനം നൽകുന്നതിന് വേണ്ടിയിട്ട് സമാധാനപരമായിട്ടുള്ളൊരു ഇതാണ് ഇന്ന് നടന്നിരിക്കുന്നത്. ഈ പറയുന്ന 2 ആഴ്ചത്തെ വെടിനിർത്തൽ. കുറച്ച് സൈനിക തലത്തിലുള്ള വ്യക്തികളുമായിട്ട് ഞാനിന്ന് സംസാരിച്ചു. നമ്മളെപ്പോഴും വെടിനിർത്തൽ, ഇപ്പോൾ ഹമാസായിട്ട് വെടിനിർത്തൽ വരാറുണ്ട്, ഹെസ്ബുള്ളയായിട്ട് വെടിനിർത്തൽ, പക്ഷേ അത് നാമം മാത്രമായിട്ട് 1-2 ദിവസത്തിൽ ഒതുങ്ങും. പിറ്റേ ദിവസം ബോംബിങ് തുടങ്ങും. ഇപ്പോൾ ഹമാസ് അനങ്ങുന്നില്ല. അവിടെ അടിച്ചു നിരത്തി ഫ്ലാറ്റാക്കി. ഹമാസിൻ്റെ ഈ ഭൂഗർഭ അറകളൊക്കെ നശിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ അനങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ്. എന്നിരുന്നാൽ കൂടി ഹമാസിന് ആയുധം താഴെ വയ്ക്കേണ്ട സമയങ്ങളായിട്ടുണ്ട്. കാരണം ഇപ്പോൾ ആ കരാർ നടപ്പാക്കണം. ഹമാസ് ആ സമയത്ത്, ആ വിഷയത്തെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നേ എന്നുണ്ടെങ്കിലും, ആ സമയത്ത് ഹമാസ് പറയുന്നത് ഞങ്ങളൊന്നും കൂടി നോക്കട്ടെ. അതിൻ്റെ അർത്ഥം അവർ ആയുധം താഴെ വയ്ക്കാൻ തയ്യാറല്ല. അവർ 1400 വർഷമായിട്ട് കൊല്ലുക എന്ന ഒരു തിയോക്രാറ്റിക് എന്നൊക്കെ പറഞ്ഞ ആത്മീയമായിട്ടുള്ളൊരു ഭാഗമായിട്ടാണ് ഇത് നടത്തുന്നത്. 1400 വർഷം അതിന് മതമാണ്. അതല്ലാന്ന് ആർക്കും തെളിയിക്കാൻ പറ്റില്ല. ഇറാനാണ് ഇവരെയൊക്കെ സ്പോൺസർ ചെയ്യുന്നത്. ഹമാസ് സുന്നിയാണെങ്കിലും അവരെ സ്പോൺസർ ചെയ്യുന്നു. ഹെസ്ബുള്ള ഷിയാണ് അവരെ സ്പോൺസർ ചെയ്യുന്നു. ഈ സിറിയയിൽ ഐസിസും അവരെയൊക്കെ സ്പോൺസർ ചെയ്യുന്നത് ഇറാൻ എന്ന ശക്തിയാണ് അവരെ സ്പോൺസർ ചെയ്യുന്നത്. അപ്പോൾ ഇറാനും അവരുടെ മൂത്തപ്പാപ്പ എന്ന് പറഞ്ഞ സാധനമാണ് ഈ ഇറാൻ. ഹെസ്ബുള്ളയുടെയും ഹമാസിൻ്റെയും ഐസിസിൻ്റെ അൽ-ഖ്വയ്ദയുടെയും അവിടെ കുറേ കൊന്നൊടുക്കി ഇല്ലാണ്ടാക്കി. ഖമൈനി തൊട്ട് ലാരിജാനി. അവിടെ രാഷ്ട്രീയ നേതൃത്വം, അതായത് പെസഷ്കാൻ ഇറാനിയൻ പ്രസിഡൻ്റാണ്. വളരെ ശാന്തപ്രകൃതനായിട്ട്. ഈ കാണിക്കുന്ന കോലാഹലങ്ങളിലോ വെടിവയ്പ്പിലൊന്നും അദ്ദേഹത്തിന് പങ്കില്ല കേട്ടോ. അതുകൊണ്ടാണ് അദ്ദേഹം കൊല്ലപ്പെടാത്തത്. അദ്ദേഹം കൊല്ലപ്പെട്ടോ? ഇല്ല. ലാരിജാനി മിതവാദിയായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു നാട്ടയ്ക്കും അമ്പിനും വില എടുക്കണില്ല. അവസാനം അദ്ദേഹം തീർന്നു. അതിൻ്റെ മകളൊക്കെ അമേരിക്കയിലെ ഒരു പ്രൊഫസറും ലെക്ചറൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് അരാഗ്ചി, അദ്ദേഹവും മിതവാദിയാണ് പറയുമ്പോൾ ഇത്. പക്ഷേ ഇതിലാരാണ് വില്ലൻ? IRGC, ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്ന ഇതാണ് ഇവിടുത്തെ വില്ലൻ എന്ന് പറയുന്നത്. അവർ ആയുധം താഴെ വയ്ക്കാൻ തയ്യാറല്ല. അതിലെ കമാൻഡർമാർ 50 ആൾക്കാരോളം മരിച്ചു. അവരുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ ഇപ്പയാണ് മരിച്ചത്. പക്ഷേ രാഷ്ട്രീയ നേതൃത്വം പെസഷ്കാൻ, മുഹമ്മദ് ബാലിഗി എന്ന് പറഞ്ഞ സ്പീക്കർ, അരാഗ്ചി, ഇവരാണ് രാഷ്ട്രീയ നേതൃത്വത്തിൽ ഇപ്പോൾ തലപ്പത്തിരിക്കുന്നവർ. അവർ ചർച്ചകൾ നടത്തുന്നത് അവരാണ്. സ്റ്റീവ് വിറ്റ്കോഫ്, ട്രംപിൻ്റെ കളിക്കൂട്ടുകാരൻ, മറ്റേ ഗോൾഫ് കളിക്കുന്ന കൂട്ടുകാരനും ഇദ്ദേഹത്തിൻ്റെ ജൂതനായ മരുമകൻ ജെറഡ് കുഷ്ണറാണ് ചർച്ച മുന്നോട്ട് പോകുന്നത്. രഹസ്യമായ ചർച്ചകൾ. പാകിസ്ഥാൻ അതിന് ചുക്കാൻ പിടിക്കുന്നു. പാകിസ്ഥാൻ നല്ല മനസ്സോടെയാണ് പാകിസ്ഥാൻ അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത്. ഞാൻ അതിനെ കളിയാക്കല്ല, യുദ്ധം നിർത്തുന്നതിന് വേണ്ടിയും. പക്ഷേ ട്രംപിൻ്റെ പ്രീതി പിടിച്ച് പറ്റണം എന്നുള്ളൊരു മോഹവും ഇതിലുണ്ട്. അസിം മുനീറിനും ഷെരീഫിനും മോഹമുണ്ട്. അപ്പോൾ ഈ യുദ്ധം തീർന്നിട്ടില്ല. കാരണം അവിടെ കുറച്ചും കൂടിയും ഈ IRGCയുടെ കമാൻഡർമാരുണ്ട്, ജനറൽമാർ. തോറ്റുകൊടുക്കാൻ തയ്യാറല്ലാത്ത ഖമേനിയുടെ രക്തം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആ ഒരു തിയോളജിയും ആത്മീയതയുമായിട്ട് കൊണ്ടു നടക്കുന്ന കുറച്ച് ജനറൽമാരുണ്ട്. അവരെ തീർത്താൽ മാത്രമേ ഈ യുദ്ധം തീരുള്ളൂ. അവരുടെ മൂത്താപ്പന്മാരൊക്കെ തീർന്നു. ഇനി ഇവരെ തീർക്കണമെങ്കിൽ ഇസ്രായേൽ വ്യക്തമായിട്ട് സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്തും. ഇപ്പോഴും അടി തീർന്നു എന്ന് പറഞ്ഞാലും അത് തീരും. 24 അടി നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ആ അടി തീർന്നാൽ മാത്രമേ ഇവിടെ ശാശ്വതമായൊരു പരിഹാരം, ഇതിൻ്റെ 80% പണി തീർന്നു. ട്രംപും ഇസ്രായേലും കൂടി തീർത്തു. യൂറോപ്പിൻ്റെ സഹായം ഉണ്ടായിരുന്നില്ല. അറബ് രാജ്യങ്ങൾ വലിയ ആശ്വാസത്തിലാണ്. കാരണം അവിടെ 460 കിലോഗ്രാം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടാക്കിയാൽ ഒരു ദിവസം അവർ ബോംബുണ്ടാക്കി ദുബായിനെ നശിപ്പിക്കും. കാരണം ദുബായും കെട്ടിടങ്ങളും സംസ്കാരവും വികസനവും മനുഷ്യത്വവും ഒന്നും ഇവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല. ഇറാനിലെ ആത്മീയ ആചാര്യൻ ഖമേനി സ്വപ്നം കണ്ട കിനാശേരി എന്ന് പറഞ്ഞാൽ, ആ കിനാശേരി ഒരു വലിയ കിനാശേരിയാണ്. അദ്ദേഹം 1400 വർഷം മുമ്പത്തെ കിനാശേരിയാണ്. കല്ലും മണ്ണും മാത്രം ഉള്ളൊരു കിനാശേരിയാണ് അദ്ദേഹം. സ്ത്രീകൾ ചാക്കിനുള്ളിൽ ചാട്ടവാറുകൊണ്ട് അടി,
പിന്നെ അങ്ങനെയുള്ള ഒരു ഇതാണ് കിനാശ്ശേരിയാണ് നമ്മുടെ കമേനിയുടെ കിനാശ്ശേരി. ആ കിനാശ്ശേരി കമേനി തീർന്നോടുകൂടി തീർന്നു എന്ന് വിചാരിക്കരുത്. ആ കിനാശ്ശേരി സ്വപ്നം കണ്ട് നടക്കുന്ന ഈ ഒരു ആത്മീയ ചിന്തയുള്ള കുറച്ചും കൂടി വ്യക്തികൾ ഇവിടെയുണ്ട്. ജനറൽമാർ. അവർ IRGC ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കഴിഞ്ഞ അരനൂറ്റാണ്ട് ലോകത്തിന് തീവ്രവാദമാക്കി ഉണ്ടാക്കി കൊടുത്തവർ. അവർ റഷ്യയുടെ ഒരു ചെറിയ പിന്തുണ നേടുന്നു, ചൈനയുടെ പിന്തുണ. അവർ പിന്തുണയ്ക്കുന്ന അമേരിക്കയ്ക്കെതിരെ നിൽക്കാൻ വേണ്ടി മാത്രമാണ് ഇവർ നിൽക്കുന്നത്. അപ്പോൾ ഇസ്ലാമിന് വേണ്ടിയല്ല. അത് ചൈനയെ പോയി നോക്കണം, അതല്ലെങ്കിൽ റഷ്യ എങ്ങനെയാണ് ഇസ്ലാമിനെ പരിഗണിക്കണമെന്ന് നോക്കണം. അവർ ഇസ്ലാമിനോടുള്ള പ്രേമം കൊണ്ടല്ല ഇത് കാണിക്കുന്നത്. ഇത് കാണിക്കുന്നത് ഇവർ ഈ അമേരിക്കനെ ഒതുക്കാനായിട്ട് ഇറാൻ എന്ന ഒരു കൂതറ കച്ചറേനെ ഉപയോഗിക്കാം എന്നുള്ളൊരു ചിന്താഗതി മാത്രമാണ് ഇവരുടെ ഉള്ളിലുള്ളത്. അപ്പോൾ യുദ്ധം തീർന്നിട്ടില്ല. അവിടെ ഇവിടെയായിട്ട് പൊട്ടിക്കലും കൂടി നടക്കും. പക്ഷേ രാഷ്ട്രീയ നേതൃത്വം ട്രംപ് പറയുന്ന രീതിയിൽ വന്നു എന്നുള്ളത് വലിയൊരു മാറ്റമാണ്. ഇനി എങ്ങനെ തീരുമെന്നുള്ളത് 2 ആഴ്ച കഴിയുമ്പോൾ 2 ആഴ്ചത്തേക്ക് ഇത് ധാരണകളിലെത്തണം. അവിടെയുള്ള അല്ലറ ചില്ലറ കമാൻഡർമാരെ അലക്കാനായിട്ട് ഈ രാഷ്ട്രീയ നേതൃത്വം പിന്തുണ നൽകും എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. ഈ പറഞ്ഞ രാഷ്ട്രീയ നേതൃത്വം ഈ പറഞ്ഞ IRGCയിലെ ചോട്ടകളുണ്ട്. ചോട്ട നമ്മൾ പറയില്ലേ, ചെറിയ നീർക്കോലി കടിച്ചാൽ പോലും നമുക്ക് പ്രശ്നങ്ങളുണ്ടാക്കാം. നീർക്കോലി കടിച്ചാൽ അത്താഴം മുഴങ്ങും. അതാണ് ഇത്. അവന്മാരാ ഇറാൻ്റെ വലിയൊരു രാജ്യത്തെ പിടിച്ചടക്കാൻ ട്രംപ് വലിയ കളിയാണ് കളിച്ചത്. കാരണം അദ്ദേഹത്തിന് ഈ ബൂട്ട്സ് ഓൺ ഗ്രൗണ്ടും കൊണ്ട് പട്ടാളത്തിന് അവിടെ ഇറക്കിയ പണി കിട്ടും. നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ കണക്ക് പറഞ്ഞുതരാം. ഒരു 6 ലക്ഷത്തിൽ മേലെയുണ്ട് ഇറാൻ്റെ ശരിക്കുള്ള പട്ടാളം IRGC. 6 ലക്ഷം. ഇന്ന് വരെ ഇറാനിൽ മരിച്ചത് 5000 10,000 ആൾക്കാരാണ്. അവർ കാത്തിരിക്കുന്നത് താഴേക്ക് ഇറങ്ങാനാണ്. ട്രംപ് പട്ടാളത്തിനെയും കൊണ്ട് താഴേക്ക് ഇറങ്ങാനാണ്. ഇസ്രായേലും താഴേക്ക് ഇറങ്ങിയ പണി കിട്ടുമെന്ന് ട്രംപിനും അറിയാം. അപ്പോൾ അതില്ലാണ്ട് നോക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. അത് ഇറങ്ങൂല. ട്രംപ് പെട്ടെന്ന് ചാടി ഇറങ്ങാൻ സാധ്യത കുറവാണ്. അതില്ലാണ്ട് അതിന് ഞാനിപ്പോൾ പൊട്ടിക്കും, നാളെ 2 ആഴ്ച കൊടുക്കാം, 10 ദിവസം കൊടുക്കാം എന്നൊക്കെ പറയുന്നത് ട്രംപ് അതിൻ്റെ പേരില്ല. കാരണം അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ട്രില്യൺസ് ഓഫ് ഡോളർ 10 കൊല്ലെങ്കിലും യുദ്ധം ചെയ്താൽ തീരില്ല. അതിലും ഭേദം ഇപ്പം ഇരിക്കുന്ന പെസഷ്കിനെ കിട്ടി, അരാഗ്ജീനെ കിട്ടി, വിദേശകാര്യമന്ത്രീനെ കിട്ടി, സ്പീക്കറെ കിട്ടി. ഇനിയുള്ളത് മിലിറ്ററിയുടെ ചോട്ടകളെയാണ്. ഈ ചോട്ടകളെ ബോംബിട്ട് തകർക്കവർ. കൊല്ലാണ്ട് പറ്റില്ല. കാരണം അവന്മാർ ആ വിഷം ഉള്ളിൽ ഇരിക്കുന്നവന്മാരാണ്. അപ്പോൾ ആ ഒരു ഇതും കൂടി തീർന്നിട്ടേ ഈ യുദ്ധം തീരൂ. പക്ഷേ സമാധാനത്തിലൂടെ പോകുമ്പോഴും ഈ പെസഷ്കിൻ്റെ അണ്ടറിൽ ഇറാനിയൻ പ്രസിഡൻറ്റ് പെസഷ്കിൻ്റെ അണ്ടറിൽ സമാധാനത്തിൽ പോകുമ്പോഴും ഇതിനിടയിലുള്ള മിലിറ്ററി കമാൻഡർമാരെ തീർക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അത് സർജിക്കൽ സ്ട്രൈക്സ് വഴി തീർക്കാതെ ഉള്ളിൽ കയറി തീർക്കാൻ പറ്റാവുന്ന സ്ഥിതി കൊടുക്കും. കുറേ കമാൻഡർമാർ കീഴടങ്ങി, കുറേ പട്ടാളം കീഴടങ്ങി. കാരണം അവർക്ക് ചാവാൻ തയ്യാറല്ല. അവർ പെസഷ്കിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യും, രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അണ്ടറിൽ. ഈ കുറച്ചുള്ളതിനെ തീർക്കാൻ ആ പണിയും കൂടി ബാക്കി ഉണ്ട്. യുദ്ധം അതുകൊണ്ട് തീർന്നിട്ടില്ല.